എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കന്നി ആയില്യം. അതുകൊണ്ട് തന്നെ ഞാൻ സർപ്പദോഷത്തെ പറ്റിയൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പലതരത്തിൽ സർപ്പദോഷം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കുടുംബൈശ്വര്യമില്ലായ്മ, കലഹം, വിവാഹ തടസ്സം, സന്താന ദുഃഖം, അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ, ദാരിദ്ര്യം, കടം, അകാല മരണം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, രോഗദുരിതങ്ങളിൽ പെടുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ വേണ്ട വിധത്തിൽ പരിഹാരങ്ങൾ ചെയ്താൽ അത് കന്നി ആയില്യത്തിൽ വ്രതമനുഷ്ഠിച്ച് നോറുംപാലും നടത്തുക, അതുപോലെ നാഗപഞ്ചമി വ്രതം, ഈ 2 വ്രതങ്ങളിൽ ഏതെങ്കിലുമൊക്കെ അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാഗദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തി കിട്ടും. അതുപോലെ ആഴ്ചയിലൊരിക്കൽ നാഗക്ഷേത്രങ്ങളിൽ പോയി നാഗം ഉപദേവതയായിട്ടുള്ള ക്ഷേത്രത്തിലെങ്കിലും പോയി നമ്മൾ വഴിപാടുകളൊക്കെ ചെയ്തു വന്നാൽ, എണ്ണ, മഞ്ഞൾപ്പൊടി, പൂക്കുല മുതലായ വഴിപാടുകളൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ നാഗദോഷങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ നമുക്ക് മുക്തി കിട്ടും എന്നാണ് പറയുന്നത്. നാഗങ്ങളുടെ അനുഗ്രഹത്താൽ ഐശ്വര്യവും ഉണ്ടാവും. എന്നാൽ സർപ്പദോഷമുള്ളവർ അനുഷ്ഠിക്കേണ്ട 2 പ്രാർത്ഥനകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഈ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചൊല്ലാൻ പറ്റിയ 2 പ്രാർത്ഥനകൾ. അത് ഒന്നാമത്തത് ശിവപഞ്ചാക്ഷരി സ്തോത്രമാണ്. ഇത് ചൊല്ലുമ്പോൾ ഒരു തിങ്കളാഴ്ച ദിവസം ആരംഭിക്കണം. അതേപോലെ ത്രിസന്ധ്യ സമയത്ത് ചൊല്ലണം. ഒരു 5 തവണ ശിവപാർവതി രൂപത്തെ ധ്യാനിച്ച് ചൊല്ലി വരണം. ഇത് നല്ലൊരു എഫക്റ്റ് നമുക്ക് നൽകും സർപ്പദോഷം കുറയ്ക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യ പഞ്ചരത്നമാണ്, സാക്ഷാൽ മുരുക ഭഗവാന്റെ. ഇത് ചൊല്ലുമ്പോൾ ഒരു ചൊവ്വാഴ്ച മുതലേ തുടങ്ങണം. അതേപോലെ ഒരു 6 തവണയെങ്കിലും ഇത് ഭക്തിപൂർവ്വം നമ്മൾ ചൊല്ലണം. അപ്പോൾ നമുക്ക് സർപ്പദോഷങ്ങളിൽ നിന്നും ഒരു മുക്തി കിട്ടും. ഇത് രണ്ടും വളരെ നല്ല എഫക്റ്റുള്ളൊരു സ്തോത്രമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം നല്ല രീതിയിൽ ചൊല്ലി വരാം. ഇതിലേത് ചൊല്ലുമ്പോഴും ആദ്യം ഗണപതിയെ സ്തുതിച്ചിട്ട്, കുലദേവതയെ പ്രാർത്ഥിച്ച് ഗണപതിയെ സ്തുതിച്ചിട്ട് വേണം ചൊല്ലാനായിട്ട്. അതേപോലെ ശിവപഞ്ചാക്ഷരി സ്തോത്രം ചൊല്ലുന്നവർ അതുപോലെ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ നിന്ന് വഴിപാടുകളൊക്കെ നടത്തുന്നതും കഴിയുന്ന ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ ഗുണം ചെയ്യും. അതുപോലെ സുബ്രഹ്മണ്യ പഞ്ചരത്നം ചൊല്ലുന്നവർ അതുപോലെ ചൊവ്വാഴ്ചകളിൽ ജന്മനക്ഷത്രം, ഷഷ്ഠി മുതലായ ദിവസങ്ങളിലൊക്കെ മുരുകക്ഷേത്ര ദർശനം നടത്തുകയും കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്നതും കുറച്ചുകൂടി അതിന് എഫക്റ്റ് നൽകും. നമ്മൾ വഴിപാടുകളൊന്നും ചെയ്തില്ലെങ്കിലും, ഈ പറയുന്ന വഴിപാടുകളൊന്നും ചെയ്തില്ലെങ്കിലും, അല്ലെങ്കിൽ സർപ്പദോഷത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ഈ പ്രാർത്ഥനയെങ്കിലും ഈ പറയുന്ന പോലെ നമ്മൾ ചൊല്ലിപ്പോന്നു കഴിഞ്ഞാൽ സർപ്പദോഷത്തിനൊക്കെ നല്ല മാറ്റം ഉണ്ടാകും. നമുക്ക് അനുഭവത്തിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ശുഭാശംസകൾ.